مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا ألم نجعل الأرض مهادا ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിധാനിച്ചു തന്നില്ലേ? ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തൊട്ടിലാക്കി തന്നില്ലേ? എന്താണ് തൊട്ടിൽ? ഒരു കുട്ടി ഏറ്റവും സുരക്ഷിതമായി കിടന്നുറങ്ങുന്നതാണ് അവന്റെ ഉമ്മ അവന് വേണ്ടി ഒരുക്കിയ തൊട്ടിൽ. ആ തൊട്ടിലെന്ന് ഈ ഭൂമിയെ പടച്ചറബ് വിശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. തിളച്ചുമറിയുന്ന അഗ്നികൾ മാത്രമുള്ള ഗ്രഹങ്ങളുണ്ട്, തണുത്തുറച്ചു പോയ ഗ്രഹങ്ങളുണ്ട്, വിഷവാതകങ്ങൾ നിറഞ്ഞ ഗ്രഹങ്ങളുണ്ട്, ആണ്ടുപോകുന്ന ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, ആ പ്ലാനറ്റുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പടച്ചറബ് മനുഷ്യനാവശ്യമുള്ള സകലതും വിധാനിച്ചു ഈ ഭൂമിയിൽ. അവന് കുടിക്കാനുള്ള വെള്ളം, അവന് ശ്വസിക്കാനുള്ള ഓക്സിജൻ, അവന്റെ ശരീരോഷ്മാവിന് കൃത്യമായ അളവിലുള്ള അന്തരീക്ഷമെല്ലാം ഈ ഭൂമിയിൽ പടച്ചറബ് ഒരുക്കി തന്നു. ആ അനുഗ്രഹങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഈ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് പറയുന്നു, അലം നജഅലിൽ അർദ മിഹാദാ. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിധാനിച്ചു തന്നില്ലേ? ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തന്നില്ലേ? ആ ഭൂമിയുടെ ഇക്വിലിബ്രിയം നിലനിർത്തുന്നതിന് വേണ്ടി, ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി വൽ ജിബാല ഔതാദാ, നിരനിരയായി നിൽക്കുന്ന, ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ഭീമാകാരമായ പർവ്വതങ്ങളെ ആ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയില്ലേ, ഞാൻ പടച്ചില്ലേ? വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ. അടുത്തതായി പടച്ചറബിന്റെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് അവൻ വിരൽ ചൂണ്ടുകയാണ്. വഖലഖനാകും അസ്വാജാ, നിങ്ങളെ രണ്ടിണകളാക്കിക്കൊണ്ട് നാം സൃഷ്ടിക്കുകയും ചെയ്തു. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ആണും പെണ്ണുമായി നിങ്ങളെ പടച്ചു എന്നുള്ളത്. ഹുന്ന ലിബാസുൽ ലകും വഅൻതും ലിബാസുൽ ലഹുൻ. ആണ് പെണ്ണിനും പെണ്ണാണിനും വസ്ത്രമാകുന്നതിന് വേണ്ടി സുന്ദരമായ ശരീരഘടനകളോടുകൂടി, പരസ്പര സാദൃശ്യമുള്ള, പരസ്പര പൂരകങ്ങളായ ശരീര സാദൃശ്യങ്ങളോടുകൂടി പടച്ചറബ് ആണാകുന്ന പെണ്ണാകുന്ന രണ്ടിണകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയാണ്. വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ. മണിക്കൂറുകളോളം ജീവിതത്തിൽ പണിയെടുക്കുന്നവർ, മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നവർ, വിശ്രമമില്ലാതെ ഒരുപാട് അധ്വാനത്തിനിരയാകുന്നവർ അവസാനം അവരുടെ വീട്ടിൽ വന്ന് കട്ടിലിൽ കിടക്കുമ്പോ അവരതാ സുഖമായി ഉറങ്ങുകയാണ്, ശാന്തമായി ഉറങ്ങുകയാണ്. എന്തിനാണ് ആ ഉറക്കത്തെ അല്ലാഹു സംവിധാനിച്ചത്? ശരീരത്തിന്റെ ഊർജ്ജസ്വലത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്, ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. വജഅൽനാ നൗമകും സുബാതാ, ഉറക്കിക്കൊണ്ട് പടച്ചറബ് നിങ്ങൾക്ക് വിശ്രമം നൽകിയില്ലേ? വജഅൽനൽ ലൈല ലിബാസാ, ആ ഉറക്കം നിങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആകാശത്തെ ഇരുട്ട് മൂടിച്ചുകൊണ്ട് രാത്രിയെ നിങ്ങൾക്ക് ഞാൻ സംവിധാനിച്ചു തന്നില്ലേ? വജഅൽനൻ നഹാറ മആശാ, ഉറക്കമുണർന്ന് ഊർജ്ജസ്വലതയോടെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോ ജീവിത സന്ധാര വേളയിൽ നിങ്ങൾ സജീവമാകുന്നതിന് വേണ്ടി പകലിനെ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? വെളിച്ചത്തെ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ, നിങ്ങളുടെ മുകളിൽ 7 ശക്തമായ ആകാശങ്ങളെ ഞാൻ നിർമ്മിക്കുകയും ചെയ്തില്ലേ? വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ തജ്ജാജാ, എന്നിട്ട് ഉപരിലോകത്ത് നിന്ന് കുത്തിയൊഴുകുന്ന മേഘങ്ങളിൽ നിന്ന് കുത്തിയൊഴുകുന്ന വെള്ളം നാം നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നില്ലേ? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ആ മഴയിലൂടെ ധാന്യങ്ങളും സസ്യങ്ങളും നിങ്ങൾക്ക് നാം മുളപ്പിച്ചു തന്നില്ലേ? വജന്നാതിൻ അൽഫാഫാ, കണ്ണിനാനന്ദം നൽകുന്ന ഇടതൂർന്ന തോട്ടങ്ങളും ആ മഴയിലൂടെ നാം നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നില്ലേ? സൂറത്തു നബയിലൂടെ പടച്ചറബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മോട് എടുത്തു ചോദിക്കുകയാണ്. തൊട്ടടുത്ത അധ്യായമാണ് നാസിയാത്ത്. ആ നാസിയാത്തിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ വൽ അർദ ബഅദ ذلك ദഹാഹാ അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ
ومرعاها والجبال أرساها താന്തോന്നികളായി ജീവിക്കുന്ന മനുഷ്യരെ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ, അൻതും അശദ്ദു ഖൽഖൻ മിസ്സമാഉ ബനാഹാ അണ്വായുധങ്ങൾ ശേഖരിക്കുന്നവരെ, ആയുധത്തിന്റെ കൂപ്പ് കൂട്ടുന്നവരെ, പരസ്പരം തമ്മിലടിക്കാനുള്ള കാരണങ്ങൾ ചികഞ്ഞന്വേഷിക്കുന്നവരെ, അഹങ്കാരികളായവരെ, ധിക്കാരികളായ മനുഷ്യരെ, അല്ലാഹുവിനെ മറക്കുന്നവരെ, അവന്റെ ഇബാദത്തിൽ നിന്ന് പിന്തിരിയുന്നവരെ, അൻതും അശദ്ദു ഖൽഖൻ മിസ്സമാഉ ബനാഹാ ആകാശങ്ങളാണോ ശക്തമായത്, അതല്ല ദഈഫുകളായ നിങ്ങളാണോ ശക്തമായത്? റഫഅ സംകഹാ ഫസവാഹാ ആകാശങ്ങളെ പടക്കുകയും അതിന്റെ ഉപരിഭാഗം ഉയർത്തുകയും അതിനെ സംവിധാനിക്കുകയും ചെയ്ത റബ്ബിനോടാണോ നിങ്ങളുടെ ധിക്കാരം? റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ രാത്രി ഇരുളാക്കുകയും പകലിനെ വെളിച്ചത്തിലാക്കുകയും ചെയ്ത റബ്ബിനോടാണോ നിങ്ങളുടെ വെല്ലുവിളി? വൽ അർദ ബഅദ ദാലിക ദഹാഹാ അതിനുശേഷം ഭൂമിയെ വിധാനിച്ച പടച്ച റബ്ബിനോടാണോ നിങ്ങളുടെ വെല്ലുവിളി? വൽ അർദ ബഅദ ദാലിക ദഹാഹാ അഖ്റജ മിൻഹാ മാഅഹാ വമർആഹാ വൽ ജിബാല അർസാഹാ മതാഅൻ ലക്കും വലിഅൻആമിക്കും എന്നിട്ട് ആ ഭൂമിയിൽ നിന്ന് അതിന്റെ വെള്ളവും അതിന്റെ എല്ലാ സസ്യങ്ങളും പുറത്തേക്കെടുത്ത റബ്ബിനോടാണോ നിങ്ങളുടെ ധിക്കാരം? അല്ലാഹു ചോദിക്കുകയാണ്. നാസിആത്തിലെ വചനങ്ങളാണ്. തൊട്ടടുത്ത വചനമായ സൂറത്തുൽ അബസയിൽ അല്ലാഹു ചോദിക്കുന്നു, പറയുന്നു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മനുഷ്യൻ കൊല്ലപ്പെടട്ടെ, മനുഷ്യൻ നശിച്ചു പോകട്ടെ. എങ്ങനെയാണ് അവൻ ധിക്കാരിയാകുന്നത്? എങ്ങനെയാണ് അവൻ നിഷേധിയാവുന്നത്? മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ അയ്യി ഷൈഇൻ ഖലഖ ഏതിൽ നിന്നാണ് അവൻ പടക്കപ്പെട്ടത്? ഏതിൽ നിന്നാണ് അവന്റെ സൃഷ്ടിപ്പ്? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ നിസ്സാരമായ ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ അവന്റെ പടപ്പ്, അവന്റെ സൃഷ്ടിപ്പ്. ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر എന്നിട്ട് നാമല്ലേ അവന് വഴി കാണിച്ചു കൊടുത്തത്, നാമല്ലേ അവനെ ജീവിപ്പിച്ചത്, നാമല്ലേ അവനെ മരിപ്പിക്കുന്നത്, നാമല്ലേ അവനെ ഖബറടക്കുന്നത്, നാം തന്നെയല്ലേ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് അവനെ പുറത്തേക്ക് എടുക്കുന്നത്. കല്ലാ ലമ്മാ യഖ്ദി മാ അമറ ധിക്കാരികളായവരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്നവരെ, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി നിന്റെ ഭക്ഷണത്തിലേക്ക് നീ ഒന്ന് നോക്കണേ. അന്നാ സ്വബബിനൽ മാഅ സ്വബ്ബാ എപ്രകാരമാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കപ്പെട്ടത്. സുമ്മ ശഖഖ്നൽ അർള ശഖാ എപ്രകാരമാണ് സൂക്ഷ്മമായ നൂതനമായ രീതിയിൽ അല്ലാഹു ഈ ഭൂമിയെ പുലർത്തിയത്. സുമ്മ ശഖഖ്നൽ അർള ശഖാ ഫഅംബത്നാ ഫീഹാ ഹബ്ബാ എന്നിട്ട് സൂക്ഷ്മമായ വിടവിലൂടെ അവനതാ ധാന്യത്തെ മുളപ്പിക്കുകയാണ്. വഇനബൻ വഖദ്ബാ മുന്തിരിയും പച്ചക്കറികളും ഉണ്ടാകുകയാണ്. വസൈതൂനം വനഖ്ലാ സൈതൂനും ഈത്തപ്പഴവും ഉണ്ടാവുകയാണ്. വഹദായിക ഗുൽബാ തിങ്ങി നിറഞ്ഞ തോട്ടങ്ങൾ ഉണ്ടാകുകയാണ്. വഫാകിഹതൻ വഅബ്ബാ പഴവർഗ്ഗങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടാകുകയാണ്. വഫാകിഹതൻ വഅബ്ബാ മതാഅൻ ലക്കും വലിഅൻആമിക്കും ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വിഭവമായിക്കൊണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട്. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക മനുഷ്യരെ, മാന്യനായ ഉന്നതനായ നിങ്ങളുടെ രക്ഷിതാവിന്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ എങ്ങനെയുള്ളവനാവനവൻ ഖലഖക ഫസവ്വാക ഫഅദലക നിന്നെ പടക്കുകയും നിന്നെ ശരിപ്പെടുത്തുകയും നിന്നെ പാകപ്പെടുത്തുകയും ചെയ്തവനാണവൻ. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക അവൻ ഉദ്ദേശിച്ച ഏതോ ഒരു രൂപത്തിൽ, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവൻ നിന്നെ വിധാനിക്കുകയുണ്ടായി. എന്റെ കണ്ണെങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ നിറം എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ ഉയരം എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ ഉമ്മയാരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ വാപ്പയാരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ അനുജനും ജ്യേഷ്ഠനും ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, ഞാൻ ബുദ്ധിമാനാണോ മന്ദബുദ്ധിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, ഞാൻ ആരോഗ്യവാനാണോ രോഗിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, എന്റെ ജീവിതത്തിൽ എനിക്കുള്ള സൗഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും തീരുമാനിക്കേണ്ടത് ഞാനല്ല, മറിച്ച് ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ
ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഗർഭസ്ഥ ശിശുക്കളെ രൂപം മാറ്റുന്നത്, അവരെ കറുത്തവരാക്കുന്നത്, വെളുത്തവരാക്കുന്നത്, ആരോഗ്യവാന്മാരാക്കുന്നത്, രോഗികളാക്കുന്നത്, ബുദ്ധിയുള്ളവരാക്കുന്നത്, മന്ദബുദ്ധിയാക്കുന്നത്, ഉയരമുള്ളവരാക്കുന്നത്, കുറിയവരാക്കുന്നതെല്ലാം പടച്ച റബ്ബാണ്. ഫിൽ അർഹാമി കൈഫ യശാ. അവന്റെ ആ രാജാധികാരത്തിൽ കൈകടത്താൻ ആർക്കും തന്നെ കഴിയില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല. അസീസുൽ ഹകീം, അവൻ പ്രതാപിയും യുക്തിമാനുമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് സുന്ദരമായി പറഞ്ഞ വാക്കുകളാണ്. ഇതിന് ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ സൂറത്തുൽ നബയിൽ, സൂറത്തുൽ നാസിയാത്തിൽ, സൂറത്തുൽ അബസയിൽ, സൂറത്തുൽ ഇൻഫിതാറിലൊക്കെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മുടെ ചിന്തകൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ഈ ചിന്തകളാണ് യുവ മനസ്സുകളിൽ ആദ്യമായി വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും. ആ ചിന്തയിലൂടെ നമ്മൾ എവിടേക്കാണ് എത്തേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ രാത്രി വൈകിയും നിന്ന് നമസ്കരിക്കുന്ന പ്രവാചകനോട് എന്തിനാണ് റസൂലെ ഇത്രയും വൈകിയും നിന്ന് നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ റബ്ബിനോട് നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ എന്ന പ്രവാചകന്റെ മറുപടി ഉണ്ടല്ലോ, ആ മറുപടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ആപ്തവാക്യം. ആ മറുപടിയാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്.